ഓക്കെ, ഇപ്പൊ നമ്മള് ഷെഡ്യൂളുകൾ കണ്ടു. ഇനി നമുക്ക് പാർട്ടുകള്, ഭാഗങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ അതേതാണെന്ന് നോക്കാം. നോക്കുക, പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഷെഡ്യൂള് പഠിച്ചപ്പോ എങ്ങനെ പറഞ്ഞു? 8ഉം 4ഉം 12 എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ പാർട്ട് അല്ലെങ്കിൽ ഭാഗം പഠിക്കുമ്പോ എന്ത് ചെയ്യുക? 22ഉം 3ഉം 25 നോക്കുക. അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞ നിലവിൽ വരുമ്പോൾ 22, 3 അമെന്റ്മെന്റ് ചെയ്ത് ഉൾപ്പെടുത്തി. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 25 പാർട്ട് അല്ലെങ്കിൽ 25 ഭാഗം. ഓക്കെ, അപ്പൊ ഓരോന്നും നോക്കാം. എന്താ, ഞാനിവിടെ പാർട്ട് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എവിടം മുതൽ എവിടം വരെ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു എന്താ പറയുക, ഒരു സ്കെൽട്ടൺ എന്ന് പറയുക. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏത് മുതൽ എവിടം വരെ എന്ന് അറിയാൻ പറ്റും. അപ്പൊ നോക്കിയേ, എന്താണിത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ? ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ? അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് 12 മുതൽ 35 വരെയാണെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എവിടെയാന്ന് കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ, ഓർത്തെടുക്കാൻ പറ്റും. 12നും 35നും ഇടയ്ക്കായിരിക്കും എന്നോർത്തിരിക്കാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അല്ലെ? സിറ്റിസൺഷിപ്പ് എന്താണ്? 5നും 11നും ഇടയ്ക്കാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ പാർട്ട് പഠിക്കുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ എവിടെ മുതൽ എവിടം വരെയാണ് എന്ന് കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കൺഫ്യൂഷനെ അല്ലെങ്കിൽ നമ്മൾ എന്താ സംശയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ പറയാൻ പോകുന്നു, 22 നിലവിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്താ 22 പാർട്ട് അല്ലെങ്കിൽ 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 3 കൂടി ആഡ് ചെയ്തു, ഇപ്പോൾ 25 ടോട്ടൽ. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ പാർട്ട് എന്താണ് പറയുന്നത്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇന്ത്യൻ യൂണിയനെയും അതുപോലെ അതിൽ ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങളെയും പറ്റി പറയുന്നതാണ് എന്ത്? ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അത് എവിടം മുതൽ എവിടം വരെയാണ്? 1 മുതൽ 4 വരെ ആർട്ടിക്കിളുകളാണ് അല്ലെ? 1 മുതൽ 4 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെ പഠിച്ചാൽ മതി? 1ഉം 3ഉം മാത്രം പഠിച്ചാൽ മതി. PSC ചോദിക്കുന്ന അവിടെ നിന്നാണ് 1 അല്ലെ? ഒന്നാമത്തെ ആർട്ടിക്കിളും 3ാമത്തെ ആർട്ടിക്കിളും എന്താണ്? ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഇന്ത്യ എന്താണ്? ഇന്ത്യ അതായത് ഭാരതം ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ഒന്നാമത്തെ ആർട്ടിക്കിള്. 3ാമത്താണെങ്കിൽ എന്താ? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് അല്ലെ? പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആർട്ടിക്കിൾ 3 ആണ് അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചു പാർട്ട് 1 അതിൽ 1 മുതൽ 4 വരെയുള്ള അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ പറയുന്നത് യൂണിയനെയും അതിലുൾപ്പെട്ട പ്രദേശങ്ങളെയും പറ്റിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ത് പറയുന്നു? ഇന്ത്യ അല്ലെ? ഒന്നാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? അതുപോലെ എന്താണ് 3 ചോദിച്ചാൽ അല്ലെ? ആർട്ടിക്കിൾ 3 ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആണ്. പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക. അങ്ങനെ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെങ്കിലോ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി മാറ്റി വരയ്ക്കണമെങ്കിലോ സംസ്ഥാനങ്ങളുടെ പേരിൽ മാറ്റം വരുത്തണമെങ്കിലോ അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണ് എന്നുള്ള കാര്യവും ഇവിടെ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി 1 മുതൽ 4 വരെ ആർട്ടിക്കിളുകൾ. ഇവിടുന്ന് പഠിക്കേണ്ടത് 1ഉം 3ഉമാണ്. അതുപോലെ 3ാമത്തത് എന്താണെന്ന് പഠിച്ചിരിക്കുക. എന്താണ്? പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. അത് എന്താണ്? അങ്ങനെ പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിലോ നിലവിലുള്ള സംസ്ഥാനത്തിന്റെ അതിർത്തികൾ പുനർനിർണയിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ ഒരു സംസ്ഥാനത്തിന്റെ പേരിൽ മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെയുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണ്. നമ്മൾ ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ഒന്നുകൂടി ഇത് പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി 2ാമതാണ് സിറ്റിസൺഷിപ്പ്. നിങ്ങളൊന്ന് ചിന്തിച്ചതേ, 1ാമത്തത് പ്രദേശം ഏതാണെന്ന് പറയുന്നു. 1ാമത്തെ പാർട്ട് എന്തെന്ന് പറയുന്നു? ഏത് പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പറ്റി പറയുന്നു. നമ്മൾ ഇന്ത്യൻ യൂണിയനെ അതിൽ ഉൾപ്പെട്ട പ്രദേശത്തെയും പറ്റി പറയുന്നു. അപ്പൊ 1ാമത്തെ ആർട്ടിക്കിൾ എന്തിനെ പറ്റി? 1ാമത്തെ പാർട്ട് എന്തിനെ പറ്റി പറയുന്നു? പ്രദേശത്തെ പറ്റി പറയുന്നു എന്ന് ഓർക്കുക. 2ാമത്തത് എന്താ? സിറ്റിസൺഷിപ്പ്. അപ്പൊ 1ാമത്തത് പ്രദേശത്തെ പറ്റി പറയുന്നു. 2ാമത്തെ പാർട്ട് അവിടെ താമസിക്കുന്ന ആളുകളെ പറ്റി പറയുന്നു. 3ാമത്തെ പാർട്ട് ആ ആളുകൾക്കുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നു. 4ാമത്തെ പാർട്ട് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നു. 4A എന്താണ്?
അവർ തിരിച്ച് രാജ്യത്തിന് ചെയ്യേണ്ട മൗലികമായ കടമകളെ അല്ലെങ്കിൽ കർത്തവ്യങ്ങളെ പറ്റി പറയുന്നു. ഇങ്ങനെ ഓർത്തിരുന്ന ആദ്യത്തെ 4A വരെയുള്ള കാര്യങ്ങൾ നമുക്ക് സുന്ദരമായിട്ട് ഓർത്തിരിക്കാം. എന്താണ്? ഒന്നാമത്തത് പ്രദേശത്തെ പറ്റി പറയുന്നു, രണ്ടാമത്തെ പ്രദേശത്തിൽ ഉൾപ്പെട്ട ആളുകളെ പറ്റി പറയുന്നു, മൂന്നാമത്തത് എന്താണ് അവർക്കുള്ള മൗലികമായ അവകാശങ്ങളെ പറ്റി പറയുന്നു, നാലാമത്തത് അവരുടെ വെൽഫെയറിന് വേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നു, 4A അവർ രാജ്യത്തിന് ചെയ്യേണ്ട മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നു. ഇങ്ങനെ പഠിച്ചാൽ എളുപ്പമാണ്. അപ്പൊ നോക്കിയേ, പാർട്ട് 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, പാർട്ട് 2 അല്ലെ ആ പ്രദേശത്ത് ഉൾപ്പെട്ട ആളുകൾ, ഏതാണ്? സിറ്റിസൺഷിപ്പ് അല്ലെ, എന്താണ്? പൗരത്വം അല്ലെ. ഈ അടുത്ത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം പറയുന്നത് സിറ്റിസൺഷിപ്പിനെ അല്ലെങ്കിൽ പൗരത്വത്തെ പറ്റിയാണ്. അത് എവിടെ മുതൽ എവിടം വരെ പറയുന്നു? 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഇന്ത്യൻ പൗരത്വത്തെ പറ്റി പറയുന്നത്. അവിടെ ഇന്ന് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. എന്താണ്? കുറെ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണെന്ന് പറയുന്നത് അല്ലെ. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഫെഡറേഷൻ എന്ന് വിളിക്കാറുണ്ട് അല്ലെ. ഫെഡറേഷൻ എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ്? ഇപ്പോൾ USA ഒരു ഫെഡറേഷൻ ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അവിടെയും എന്താണ്? സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ അല്ലേ അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് അല്ലെ, ഫെഡറേഷൻ അല്ലെ, ഫെഡറൽ സിസ്റ്റം എന്നൊക്കെ പറയും അല്ലെ. എന്താണ് USA-യുടെയും അമേരിക്കയും USA-യും ഇന്ത്യയും തമ്മിലുള്ള പൗരത്വത്തിന്റെ വ്യത്യാസം എന്നത് നമുക്ക് ഈ ഫെഡറേഷനിൽ നിന്ന് നിർവചിച്ചെടുക്കാൻ കഴിയും അല്ലെ. ഇന്ത്യയിൽ എത്ര തരത്തിലുള്ള പൗരത്വം അല്ലെങ്കിൽ ഏത് പൗരത്വമാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യയിൽ ഏക പൗരത്വമാണുള്ളത് അല്ലെ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്താണ്? ക്വാസി ഫെഡറൽ, ഒരു അർദ്ധ ഫെഡറൽ ആണ് അല്ലെ. എന്താണ്? അർദ്ധ ഫെഡറൽ ആണ്. കുറെ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്. പക്ഷെ എന്താണ് പ്രധാനമായിട്ട് അവിടുത്തെ യൂണിറ്റിയാണ് അവിടുത്തെ കാര്യം. അതായത് USA എന്ന് പറയുന്നത് കുറെ സ്റ്റേറ്റുകളുടെ കൂട്ടമാണ്. ആ സ്റ്റേറ്റുകളെല്ലാം കൂടി ഒരു കോൺട്രാക്ടിന്റെ അല്ലെങ്കിൽ ഒരു ഒരു കോൺട്രാക്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കുകയാണ് കൂടി നിൽക്കുകയാണ്. അപ്പൊ എപ്പോ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാം. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ അങ്ങനെ കരാറൊന്നുമില്ല. പക്ഷെ എല്ലാവരും കൂടി എല്ലാ സ്റ്റേറ്റുകളും കൂടി ചേർന്ന് യൂണിയൻ ആയിട്ട് നിലനിൽക്കുന്നു. ഒരു സ്റ്റേറ്റിനും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല? വിട്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അമേരിക്കയിൽ അങ്ങനെ ഒരു ഫെഡറേഷൻ ആയതുകൊണ്ട് അവിടെ 2 തരം പൗരത്വം വരും. ഒന്ന് എന്താണ്? ഒന്ന് ഈ യൂണിയന്റെ പൗരത്വം. 2 എന്താണ്? 2 ആ യൂണിയനിൽ ഉൾപ്പെട്ട ആള് ഒരു സ്റ്റേറ്റിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്, ആ സ്റ്റേറ്റിന്റെ പൗരത്വം. കണ്ട? അപ്പൊ ഇതാണ് അമേരിക്കയിലെ പൗരത്വം എന്ന് പറയുന്നത്. അപ്പൊ എത്ര പൗരത്വമുണ്ട്? 2 പൗരത്വമുണ്ട്. ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലില്ല. ഇന്ത്യയിലുള്ളത് ഏക പൗരത്വമാണ്, ഒറ്റ പൗരത്വം. ഏതാണ്? ഏക പൗരത്വം. അപ്പൊ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ USA വരുമോ? ഇല്ല. USA-ൽ എന്താണ്? 2 പൗരത്വമുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ബ്രിട്ടൻ. അപ്പൊ ഏക പൗരത്വം എന്ന ആശയം ആര് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഒന്നുകൂടി പറയുന്നു, രണ്ടാമത്തെ പാർട്ട് അല്ലെങ്കിൽ ഭാഗമാണ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വത്തെ പറ്റി പറയുന്നത്. 5 മുതൽ 11 വരെ ഉള്ള ആർട്ടിക്കിളുകളാണ് അതിനകത്ത് വരുന്നത്. അത് പ്രകാരം ഇന്ത്യയിൽ ഏത് പൗരത്വമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഉള്ളത് അല്ലെ. USA-ൽ എന്താണ്? 2 പൗരത്വമുണ്ട്. അപ്പൊ അതാണ് ആ ഫെഡറേഷൻ എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. അപ്പോൾ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് ഓർക്കുക. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ക്വാസി ഫെഡറൽ സ്വഭാവമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത് എന്ന് പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് അല്ലെ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വരുന്നത്. ഈ ആക്ട് അനുസരിച്ച് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കാം? ഒരാൾക്ക് എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കാം എന്ന് ചോദിച്ചാൽ 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കാം, 3 രീതിയിൽ നഷ്ടപ്പെടാം. ഇതാണ് അടുത്ത കാര്യം. ഇന്ത്യൻ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കാര്യമാണ് എന്താണ്? 5 രീതിയിൽ ആക്ട് 1955
എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും? 5 രീതിയിൽ ലഭിക്കും. എത്ര രീതിയിൽ നഷ്ടപ്പെടാമെന്ന് ചോദിച്ചാൽ 3 രീതിയിൽ നഷ്ടപ്പെടാം. അത് ഓർത്തിരിക്കുക. ഓക്കെ, 5 രീതി ഏതൊക്കെയാണെന്ന് വെച്ചാൽ, 1 ജന്മസിദ്ധമായ പൗരത്വം, 2 ചിരകാല അധിവാസത്തെ തുടർന്ന് കിട്ടുന്ന പൗരത്വം, 3 എന്താണ് ഇന്ത്യൻ യൂണിയനോട് പുതിയ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താൽ അവിടെയുള്ളവരാരായി മാറും? ഇന്ത്യൻ പൗരന്മാരായി മാറും. അതാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറയും. അപ്പൊ ജന്മസിദ്ധമായിട്ട് ലഭിക്കാം, എന്താ പറയുന്നത്, ചിരകാല അധിവാസ പ്രകാരം ലഭിക്കാം, പിന്തുടർച്ചയായിട്ട് ലഭിക്കും. അപ്പൊ പരമ്പരകൾ പറയുമല്ലോ അല്ലെ, ഇപ്പൊ ഞാൻ ഇന്ത്യൻ പൗരൻ, എന്റെ മകൻ ഇന്ത്യൻ പൗരൻ, അങ്ങനെ പിന്തുടർച്ചയായിട്ട് എന്ത് ലഭിക്കാം? ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. അപ്പൊ ഒന്നുകൂടി പറയുന്നു, ജന്മസിദ്ധമായി ലഭിക്കാം, ചിരകാല അധിവാസം വഴി ലഭിക്കാം, പുതിയ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താൽ ലഭിക്കാം, പിന്നെ എന്താ പറഞ്ഞത്, പിന്തുടർച്ചയായിട്ട് ഇന്ത്യൻ പൗരത്വം ലഭിക്കാം, 5ാമത്തത് രജിസ്ട്രേഷൻ മുഖേനയും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇങ്ങനെ 5 മാർഗത്തിലാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. അതിൽ രജിസ്ട്രേഷൻ ഓർത്തു വെക്കുക. ഇപ്പൊ ഒരു ഇന്ത്യൻ പൗരൻ എന്ത് ചെയ്യുന്നു, ഒരു വിദേശത്തുള്ള ഒരു വിദേശീയ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിദേശിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? രജിസ്ട്രേഷനിലൂടെയാണ്. ഇനി 3 രീതിയിൽ ഇത് നഷ്ടപ്പെടാം. എങ്ങനെയാണ്? ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, പരിത്യജിക്കാം അല്ലെ. ഇന്ത്യൻ പൗരത്വം എന്താണ്, എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? പരിത്യജിക്കാം. 2ാമത്തെ എന്താണ്? ടെർമിനേറ്റ് ചെയ്യാം. എന്താണ്? ഇപ്പൊ നമ്മൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ, രാജ്യത്തിന്റെ മതേതരത്വത്തെ ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള തീവ്രവാദപരമായ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇന്ത്യൻ ഗവൺമെന്റിന്, ശ്രദ്ധിക്കുക, ഒരു പൗരന്റെ സിറ്റിസൺഷിപ്പ് റദ്ദ് ചെയ്യാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഗവൺമെന്റിലാണ്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? നമ്മുടെ സിറ്റിസൺഷിപ്പ് കട്ട് ചെയ്യാം. അതിനെയാണ് ടെർമിനേഷൻ അല്ലെങ്കിൽ പൗരത്വം റദ്ദ് ചെയ്യൽ എന്ന് പറയും. ഇനി 3ാമത്തത് എന്താണ്? പൗരത്വാപഹരണം. ഇപ്പൊ ഇന്ത്യൻ പൗരത്വമുള്ള ഞാൻ എന്ത് ചെയ്യുകയാണ്? വിദേശത്ത് പോയി താമസിച്ച് അങ്ങനെ വിദേശത്തെ പൗരത്വം, ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ എന്ത് നേടിക്കഴിഞ്ഞാൽ, പൗരത്വം നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്റെ ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യപ്പെടും? റദ്ദ് ചെയ്യപ്പെടും. അപ്പൊ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പൗരത്വാപഹരണം എന്ന് വിളിക്കുക. അപ്പൊ ഏതൊക്കെ വഴിയാണ്? 5 രീതിയിൽ ലഭിക്കും, 3 രീതിയിൽ നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്ന 3 രീതി എന്തൊക്കെയാണ്? 1, സ്വയമേവ പരിത്യജിക്കാം അല്ലെ. 2 എന്താണ്? ടെർമിനേറ്റ് ചെയ്യാം, എന്ത് ചെയ്യും? ഗവൺമെന്റ് റദ്ദ് ചെയ്യും. 3 എന്താണ്? പൗരത്വാപഹരണം. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം എന്ത് ചെയ്യപ്പെടും? റദ്ദ് ചെയ്യപ്പെടും. ഇതാണ് ഏതെന്ന് പറയുന്നത്? 3 രീതിയിൽ നഷ്ടപ്പെടുന്നത്. 5 രീതിയിൽ. ഇത് ഓർത്തിരിക്കുക. പിന്നെ ഈ അടുത്ത അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട് അല്ലെ, 2019 അമെന്റ്മെന്റ് നടന്നു. നമ്മൾ അതിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, കുറെ നാൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. 2019 ഡിസംബർ 10 ലോക്സഭ എന്ത് ചെയ്തത്? അപ്പൊ എന്താണ്? ഇന്ത്യൻ പൗരത്വ നിയമം എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു അല്ലെ. ഭേദഗതി ചെയ്തു. എപ്പോഴാണ്? 2019 അല്ലെ. ഇതിന് ലോക്സഭയുടെ അനുമതി ലഭിച്ചത് ഡിസംബർ 10 രാജ്യസഭയുടെ അനുമതി ലഭിച്ചത് തൊട്ടടുത്ത ദിവസം ഡിസംബർ 11 രാഷ്ട്രപതി നിലവിൽ ഒപ്പുവെച്ചത് എന്നാണ്? അടുത്ത ദിവസം ഡിസംബർ 12. പഠിക്കാൻ എളുപ്പമാണ്. 2019 ഡിസംബർ 10, 11, 12. 10 ലോകസഭ, 11 രാജ്യസഭ, 12 എന്താണ്? രാഷ്ട്രപതി ഒപ്പുവെച്ചു. നിലവിൽ വന്നത് 2020 ജനുവരി 10. നിലവിൽ വന്നത് 2020 ജനുവരി 10. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് ചോദിച്ചാൽ ബില്ല് 370. ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ആക്ട് 1955 പറഞ്ഞു, 2019 അമെന്റ്മെന്റ് പറഞ്ഞു അല്ലെ. ആ അമെന്റ്മെന്റ് ലോക്സഭ പാസാക്കിയത് ഡിസംബർ 10, രാജ്യസഭ പാസാക്കിയത് ഡിസംബർ 11, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12, നിലവിൽ വന്നത് 2020 ജനുവരി 10. അതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് 370ാമത്തെ ബില്ല്. ഇതാണ് സിറ്റിസൺഷിപ്പില് ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി 3ാമത്തെ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ എടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടന, USA യുടെ ഭരണഘടനയിൽ നിന്നാണ്.
ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ അല്ലെ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന അല്ലെ, എന്താണ്? സർദാർ വല്ലഭായി പട്ടേലാണ് എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. കാരണം 1931 കറാച്ചി സെഷൻ, INCയുടെ കറാച്ചി സെഷനിൽ വെച്ചാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിന്റെ അധ്യക്ഷന 1931 INC സെഷന്റെ അധ്യക്ഷൻ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ എന്തിന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? അതും സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അതുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിക്കുന്നു എന്താണ്? ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി എന്ന് വിളിക്കുന്നു അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു? ഒന്നതാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട അല്ലെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, കീ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ എന്നൊക്കെ അറിയപ്പെടുന്ന ഭാഗമാണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 6 എണ്ണമാണുള്ളത് അല്ലെ. മാറ്റിയത് ഏതാണ്? സ്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്തത്? മാറ്റിയത്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 12 മുതൽ 35 വരെയാണ്. അത് കടമെടുത്തിരിക്കുന്നത് USA ഭരണഘടനയിൽ നിന്നാണ്. ശില്പി വല്ലഭായ് പട്ടേലാണ്. കാരണം പറഞ്ഞു 1931 INCയുടെ കറാച്ചി സെഷനിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ചൊരു പ്രമേയം പാസാക്കുന്നത്. ആ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് വല്ലഭായ് പട്ടേൽ ആയിരുന്നു. പിന്നീട് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയില് എന്തായിരുന്നു? മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള കമ്മിറ്റിയില് അതിന്റെ അധ്യക്ഷനുമാരായിരുന്നു? വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അതുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ എന്തെന്ന് വിളിക്കുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നും എന്താണ് ആർട്ടിക്കിളുകൾ പറയുമ്പോൾ ഞാൻ ഈ 12 മുതൽ 35 വരെയുള്ള ഓരോന്നും എടുത്ത് വിശദമായിട്ട് പറയാം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് DPSP, ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. മലയാളം എന്താ നമുക്കറിയാം? നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? നമ്മുടെ എന്താ സ്റ്റേറ്റിനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതിലെന്താണ്? ഗാന്ധിയൻ ആശയങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, അങ്ങനെ വരുന്നതാണ് എന്ത്? നിർദ്ദേശക തത്വങ്ങൾ. അത് ഭരണഘടനയിലെ 4ാമത്തെ പാർട്ട് അല്ലെങ്കിൽ 4ാമത്തെ ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ 36 മുതൽ 51 വരെ അല്ലെ. അപ്പൊ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതിനിടയിൽ വരും. ഇപ്പൊ 44 അല്ലെ, യൂണിഫോം സിവിൽ കോഡ് അല്ലെ, അതൊക്കെ വരുന്നത്. അതുപോലെ ഗോവധ നിരോധന നിയമം, മദ്യ നിരോധനം, അതൊക്കെ വരുന്നത് എവിടെയാണ്? ഈ പ്രദേശത്താണ്. അടുത്ത എന്താണ്? 4A ഏതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ, മൗലിക കർത്തവ്യങ്ങൾ അല്ലെ. അത് അമെൻമെന്റ് ചെയ്തതാണ് അല്ലെ, 51A ആണ്. അപ്പൊ അമെൻമെന്റ് A എന്ന് കണ്ടാൽ നിങ്ങൾ ഓർക്കുക, AB എന്നൊക്കെ കണ്ടാൽ എന്താണ്? അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്ന് ഓർക്കുക. അപ്പോൾ 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, 51A അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസില് അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി അല്ലെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ഏത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഇതാണ് കമ്മിറ്റി, സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് എന്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെ ഉൾപ്പെടുത്തണം? ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത് ആരാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്ത എന്താണ്? 4A ട്രൈബ്യൂണൽസിനെ പറ്റി പറയുന്നു. 300 അതും അമെൻമെന്റ് ചെയ്തതാണ്. 14A കണ്ടോ, 14A ആണ് അമെൻമെന്റ് ചെയ്യുന്നത്. 323A യും 323B യും. ഓക്കെ, അടുത്തതാണ് എന്താ?
ഭാഗം അല്ലെങ്കിൽ പാർട്ട് 15. 15 തീരുന്ന എന്തിലാണ്? 5-ലല്ലേ? അപ്പൊ 5 വർഷം കൂടുമ്പോ എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഇലക്ഷൻ, അല്ലെ? 324 അല്ലെ, ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. അപ്പൊ 324 മുതൽ 329A വരെയാണ് എന്ത് ഇലക്ഷനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളുകൾ വരിക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് 15 ആണ്. അടുത്ത പാർട്ട് 16 ആണ്. SC/ST 330 മുതൽ 342 വരെ. 330 മുതൽ 342 വരെ. അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് 18 അല്ലെ, എമർജൻസി. എന്താണ്? അടിയന്തരാവസ്ഥ. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിനെപ്പറ്റി പരാമർശിക്കുന്ന പാർട്ടാണ് ഏത്? 18. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നമുക്കറിയാം 352 മുതൽ 360 വരെ അല്ലെ. 3 തരത്തിലുള്ള എന്താണ് അടിയന്തരാവസ്ഥയുണ്ടെന്ന് നമുക്കറിയാം. ഇതുവരെ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം. അടുത്തത് 20 ആർട്ടിക്കിൾ 20 സോറി പാർട്ട് അല്ലെങ്കിൽ ഭാഗം 20 ആർട്ടിക്കിൾ 368. എന്താണ്? അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണ് ഏത്? 20. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് ഭരണഘടനയിലെ പാർട്ടുകൾ അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എങ്ങനെ? എന്താണ്? ഒന്നാമത്തത് ഒരു പ്രദേശത്തെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞാൽ 2 ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ പറ്റി പറയുന്നു. 3 ആ ആളുകൾക്കുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നു. 4 ആ പ്രദേശത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റാനുള്ള കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ജനങ്ങളുടെ വെൽഫെയറിനെ പറ്റി പറയുന്നു. 4A എന്താണ്? അവർ രാജ്യത്തിനോട് ചെയ്യേണ്ട മൗലിക കർത്തവ്യങ്ങളെ പറ്റി പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്, അല്ലെ? അത് കഴിഞ്ഞാൽ എന്താണ്? 14A ട്രിബ്യൂണൽസിനെ പറ്റി പറയുന്നു. 15 5 വർഷം കൂടുമ്പോൾ എന്നോർത്താൽ മതി ഇലക്ഷനെ പറ്റി പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്? 324 എന്ത് കൂട്ടുക? വീണ്ടും 5 കൂട്ടുക, 329. 324 മുതൽ 329A വരെ എന്ന് കിട്ടും. ഇനി എന്താണ്? 16 SC/ST എന്ന് ഓർക്കുക, അല്ലെ? 352 മുതൽ 330 മുതൽ 342 വരെ. 18 എമർജൻസി എന്ന് നോക്കുക, 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളുകൾ. അടുത്തത് 20 അമെൻമെന്റ് ആണ്. 368 ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അത് കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്.